ഏറ്റവും ഒടുവിൽ ഏറെക്കാലത്തെ പ്രതീക്ഷകൾക്കൊടുവിൽ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. അതിൽ അനുകൂലമായൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ലോറിയുടേതെന്ന് കരുതുന്ന ഒരു ഭാഗം തന്നെയാണ് നമുക്ക് കണ്ടെത്താനായി കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അർജുന്റെ ലോറിയുടെ സ്ഥാനം എങ്ങനെയാണെന്ന് ആദ്യം കണ്ടെത്തി ക്യാബിൻ തുറക്കാനുള്ളൊരു ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. വൈകിട്ട് 4:15 തന്നെയാണ് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചത്. ഈശ്വർ മാൽപ്പെ ഗംഗാവാലി പുഴയിൽ ഇറങ്ങി നടത്തിയ പരിശോധനയിൽ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ലോഹഭാഗമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ലോറിയിൽ ഉപയോഗിക്കുന്ന ജാക്കിയാണ് ഈ കണ്ടെത്തിയിരിക്കുന്നതെന്നും ഇത് അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടേത് തന്നെയാണെന്നും ലോറി ഉടമ മനാഫും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതനുസരിച്ചുകൊണ്ട് സമാനമായ സ്ഥലത്ത് തന്നെ തിരച്ചിൽ നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ലോറിയിൽ ഉണ്ടായിരുന്നത് പുതിയ ജാക്കിയാണ്. ഈശ്വർ മാൽപ്പെ മുങ്ങിയെടുത്തതും പുതിയ രീതിയിലുള്ള ജാക്കി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന ജാക്കി തന്നെയാണെന്ന് മനാഫ് തറപ്പിച്ച് പറയുകയാണ്. ഹൈഡ്രോളിക് ജാക്കിയാണ് പുഴയുടെ അടിത്തട്ടിൽ നിന്നും കണ്ടെത്താനായി കഴിഞ്ഞിരിക്കുന്നത്. ഇത് കൂടുതൽ പ്രതീക്ഷ പകരുകയാണ്. ഉറപ്പായും ഇപ്പോൾ പുഴയുടെ ഒഴുക്കൊക്കെ കുറഞ്ഞതുകൊണ്ട് ഉറപ്പായും ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുമെന്നും അർജുനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും വിവരം നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാമെന്നുമുള്ള ആശ്വാസകരമായൊരു വാർത്തയാണ് ലഭിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ ഷിരൂരിലെത്തിയ ഈശ്വർ മാൽപ്പയും സംഘവും 4:15 ബോട്ടിൽ പുഴയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. തുടർന്ന് അവിടെ ഈശ്വർ മാൽപ്പയെ പുഴയിൽ മുങ്ങിക്കൊണ്ടുള്ള പരിശോധന തുടങ്ങിയിരുന്നു. കരയോട് ചേർന്നുള്ള സ്ഥലത്താണ് ആദ്യം പരിശോധന നടത്തിയത്. പുഴയിലിറങ്ങിയ മാൽപ്പെ 3 തവണയാണ് മുങ്ങിത്താണത്. പുഴയുടെ ഒഴുക്കുൾപ്പെടെ നോക്കി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വളരെ കരുതലോടെ തന്നെയാണ് ശേഷം പുഴയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങിയുള്ള പരിശോധന കൂടി നടത്തുന്നത്. 2 മണിക്കൂർ നേരത്തേക്കുള്ള പരിശോധന മാത്രമാണ് ഇന്നുണ്ടാകുന്നത്. 6:15 പരിശോധന അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെ SDRF, NDRF അംഗങ്ങളെ എത്തിച്ചുകൊണ്ട് വളരെ വിപുലമായ തിരച്ചിൽ ആരംഭിക്കാനുള്ള സൂചനയാണ് അധികൃതർ നൽകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത്രയും ദിവസം പുഴയുടെ അടിയൊഴുക്ക് വളരെ ശക്തമായിരുന്നു. 6 നോട്ട്സ് വരെ ഒഴുക്കുള്ളതുകൊണ്ട് അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് നേരത്തെ തന്നെ നേവി സംഘവും മറ്റുമൊക്കെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ പുഴയുടെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. 2 നോട്ട്സിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണെന്ന ഉച്ചയ്ക്ക് തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരച്ചിലേക്ക് കടന്നിരിക്കുന്നത്.